എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിനാരായണൻ. ഓം ശ്രീ ഗണപതായ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ കാലത്തിനും രൂപത്തിനും അതീതമായി നിലകൊള്ളുന്ന ഒരു തത്വമുണ്ട്. ആ തത്വത്തെ അനുഭവിക്കുന്ന ഒരു മഹാരാത്രിയാണ് ഈ മഹാശിവരാത്രി. ഇതൊരു ആഘോഷമല്ല, ആത്മാവും ശിവതത്വവും ഒന്നാകുന്ന ഒരു ദിവ്യയാത്രയാണ്. ശിവരാത്രിയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ശിവ എന്നത് മംഗളത്തിൻ്റെ പ്രതീകമാണ്. രാത്രി എന്നാൽ അജ്ഞാനത്തിൻ്റെ അന്ധകാരം, അതായത് അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന രാത്രിയാണ് മഹാശിവരാത്രി. ഈ രാത്രി നമ്മൾ ഉറങ്ങാതെയിരിക്കണം എന്നത് മനസ്സിനെ ഉണർത്തുക എന്ന ആത്മീയ സന്ദേശമാണ്. ഇനി നമുക്ക് ശിവരാത്രിയുടെ ഐതിഹ്യത്തെപ്പറ്റി ഒന്ന് കണ്ണോടിക്കാം. ഒരുപാട് കഥകൾ പുരാണങ്ങളിലുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത് ദേവന്മാരും അസുരന്മാരും അമൃതനായി ക്ഷീരസമുദ്രം മതിച്ചപ്പോൾ അമൃതിനു മുമ്പേ ഉയർന്നു വന്നത് അതിഭീകരമായ വിഷമായിരുന്നു. ലോകം മുഴുവൻ നശിക്കുമെന്ന് കണ്ടപ്പോൾ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വേണ്ടി ശിവൻ ആ വിഷം കുടിച്ചു. പക്ഷേ തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനായി ശ്രീ പാർവതി, അതായത് ശക്തി, അത് ശിവൻ്റെ കണ്ഠത്തിൽ തടഞ്ഞു നിർത്തി. അതിനാലാണ് അവൻ നീലകണ്ഠൻ എന്ന് അറിയപ്പെടുന്നത്. മറ്റുള്ളവർക്കായി വേദന ഏറ്റുവാങ്ങുന്ന പരമകാരുണ്യമാണ് ശിവൻ. ഇനി നമുക്ക് ശിവരാത്രിയുടെ ആത്മീയതയിലേക്ക് കടക്കാം. ഈ രാത്രി ശിവൻ താണ്ഡവം ചെയ്യുന്ന രാത്രി എന്നാണ് പരക്കെ വിശ്വസിക്കുന്നത്. താണ്ഡവം നശിപ്പിക്കലല്ല, അത് പുതിയ സൃഷ്ടിക്ക് വഴിയൊരുക്കലാണ്. നമ്മുടെ അഹങ്കാരം, ഭയം, അജ്ഞാനം എല്ലാം നശിപ്പിച്ച് ഒരു പുതിയ ആത്മബോധത്തിലേക്ക് നയിക്കുന്ന ഒരു യാത്ര. അതും കൂടി നമ്മൾ ശിവരാത്രിയോട് ഒപ്പം ചേർത്ത് വായിക്കണം. നമുക്ക് ശിവരാത്രി വ്രതം എങ്ങനെ ആചരിക്കണം എന്ന് നോക്കാം. ശിവരാത്രി വ്രതം ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിനുള്ള ശുദ്ധീകരണമാണ്. വ്രതം തുടങ്ങുന്നത് ശിവരാത്രി ദിനത്തിലെ സൂര്യോദയത്തോടു കൂടിയാണ്. എങ്കിലും ശിവരാത്രി ദിനത്തിൻ്റെ തലേന്ന് ദിവസം തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാം. തലേന്ന് ദിവസം തന്നെ നമുക്ക് ശിവരാത്രിയോട് ഒരിക്കൽ എടുക്കാം. അത് കഴിഞ്ഞ് ശിവരാത്രിയുടെ അന്ന് സൂര്യോദയത്തോടു കൂടി എണീറ്റ് പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് ഭസ്മം ധരിക്കാം. ഇനി ആഹാരം. പലരും പല രീതിയിലാണ് ആഹാരം വർജിക്കപ്പെടുന്നത്. ചിലർ നിരാഹാരം പാലിക്കുന്നു, ചിലർ പഴം, പാല്, ഇളം ഭക്ഷണം മാത്രം സ്വീകരിക്കുന്നു, ചിലർ വെള്ളം മാത്രം കഴിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യ സ്ഥിതിക്കനുസരിച്ച് നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. വ്രതത്തിൻ്റെ സാരം വിശപ്പല്ല, ഇന്ദ്രിയ നിയന്ത്രണമാണ്. പൂജയും അഭിഷേകവും എങ്ങനെ ചെയ്യാം? നമുക്ക് ജലം, ഇളനീർ, തേൻ, കൂവളമാല എന്നിവ നമുക്ക് ശിവൻ്റെ കാൽക്കൽ അർപ്പിക്കാം. ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൂവളത്തിൻ്റെ ഇല. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഭജനം, മന്ത്രജപം, ധ്യാനം എന്നിവയിൽ നമ്മൾ സമയം ചിലവിടുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരേ ഒരു മന്ത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഓം നമഃശിവായ. പിന്നെ ശിവൻ്റെ മന്ത്രമായ ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം. കഴിയുമെങ്കിൽ ശിവൻ്റെ അഷ്ടകവും ചൊല്ലുക. അത് കഴിഞ്ഞ് വ്രതം അവസാനിപ്പിക്കുന്നത് അടുത്ത ദിവസം പ്രഭാത പൂജയ്ക്ക് ശേഷം മാത്രം ആയിരിക്കും. അവസാനമായി, ശിവൻ ഒരു ദേവനല്ല, അവൻ നിശബ്ദതയിൽ നിന്നുയരുന്ന ഒരു നാദമാണ്. ചിന്തകൾ ശമിക്കുമ്പോൾ ഉണരുന്ന ഒരു ബോധം, അഹങ്കാരം അരിയുമ്പോൾ ശേഷിക്കുന്ന ഒരു ശൂന്യത. അവിടെ രൂപമില്ലാതെ നിൽക്കുന്നത് ശിവനാണ്. ഈ മഹാശിവരാത്രിയിൽ ദീപങ്ങൾ അണഞ്ഞാലും അകത്തൊരു പ്രകാശം ഉണരട്ടെ. ശബ്ദങ്ങൾ നിശബ്ദമാകുമ്പോൾ ഹൃദയത്തിനുള്ളിൽ ഒരു മന്ത്രം പുലരട്ടെ, ഓം നമഃശിവായ. കാലം ഒഴുകുന്നു, ജീവിതം മാറുന്നു, പക്ഷേ ശിവതത്വം
എന്നേക്കുമായി നിലകൊള്ളുന്നു. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഈ ശിവരാത്രി ദിനത്തിൽ മഹാദേവൻ ശിവശങ്കരൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. കണ്ടതിൽ നന്ദി.